ഹായ്, ഞാൻ നിങ്ങളുടെ സുജിയ. ഞാൻ നിങ്ങളെ ഏറ്റവും ആദ്യം ഒരു അസൽ വേട്ടാവളിയുടെ വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടിട്ട് വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീഡിയോയിലേക്ക് പോകാം. വരേണ്ട അനിവാര്യമായ മാറ്റം: പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരെടുക്കുക. മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്തുന്നോണ്ട് എന്താണ് എല്ലാരും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മൾ മൊത്തത്തിൽ ജനാധിപത്യം നമ്മ നോക്കണ്ട. നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ്. മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത് ഉറപ്പായിട്ടും കേട്ടോ. ഇവനെ തലക്ക് സുഖമുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല. അസല് വിവരക്കേട് വിളിച്ച് പറയുന്ന ഏതോ ഒരുത്തൻ, അങ്ങനെയാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. ഒരു ഫാൻ ബേസിൽ പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് എനിക്ക് തോന്നുന്നത് അടിച്ച് പൂസായി വലിയ ബോധവും വിവരമൊന്നും ഇല്ലാണ്ട് മേക്ക് കണ്ടപ്പോഴത്തേക്കും എന്തെങ്കിലും വിളിച്ച് പറയണം എന്ന് തോന്നി, അല്ലെങ്കിൽ താൻ എന്താണ് പറയുന്നതെന്ന് തനിക്ക് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയിലൂടെ വിളിച്ചു പോകുന്ന ഏതോ ഒരുത്തനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഇവനെപ്പോലുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ അതൊരു നമ്മുടെ നാടിന് തന്നെ ഒരു നാണക്കേടാണ്. കാരണം എന്തൊക്കെയാണ് വിളിച്ചു കൂവുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി ഇവൻ നേര് സിനിമ കണ്ടിട്ടാണെന്ന് തോന്നി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിവ്യൂ. ഇപ്പോൾ ഇനി ഇത് പണ്ടത്തെ വീഡിയോ ആണെന്ന് എനിക്കറിയില്ല. റീസണായിട്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. ഈ അടുത്ത് ഞാൻ ഷോർട്ട് വീഡിയോ ആണ് കണ്ടത്, ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് വിളിച്ചു പറയുന്ന ഈ പോങ്ങൻ, അങ്ങനെ ഇത് നമ്മൾ അവനെ എത്ര പറഞ്ഞാലും, ഇപ്പം ഞാൻ തെറിയൊന്നും പറയുന്നില്ല. എന്താണ് ഇവൻ്റെ ഉദ്ദേശം? മമ്മൂട്ടി അഹങ്കാരിയാണ്, മറ്റേ മോഹൻലാൽ ഉയരങ്ങളിലെത്തണം, മമ്മൂട്ടിയുടെ മകൻ. എനിക്ക് തോന്നുന്നു ഇവന് മതപരമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ ഇവന് അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ പറയാൻ കാരണമുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴത്തൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഞാൻ ഒന്ന് വായിക്കാം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ മനസ്സിലാവും. ഇയാൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയൽക്കാരനാണ്. തനി അരക്കിറുക്കുള്ള ഒരുത്തൻ. ഒരു വിധത്തിലുമുള്ള ഫാൻസ് അസോസിയേഷനിൽ ഒന്നിലും ഇയാൾ ഉള്ളതായിട്ട് അറിവില്ല. കാവിപ്പട രക്തത്തിൽ അലിഞ്ഞതിൻ്റെ പ്രശ്നം വർഗീയ വിഷത്തിന്റെ അടിത്തറ. ഈ നാട്ടിൽ കാപ്പ കുത്തി ഓടിക്കേണ്ട ചെറ്റയാണ്. നേരം വെളുത്താൽ കുടിയും അടിയും. ആ കുടുംബം എങ്ങനെ സഹിക്കുന്നോ? ഇവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് തന്നാൽ പോലീസ് ഏമാന്മാരോട് അത്രയും നന്ദി, സ്നേഹം. സത്യം പറഞ്ഞാലോ, ഇവന്റെ കുടുംബത്തിലുള്ള ആൾക്കാർ ഇത് എങ്ങനെ സഹിക്കും? ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ഒരു കാര്യം മാത്രമല്ല, ഇവൻ ഈ വിളിച്ചു പോകും വിവരക്കേടിനെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്. ഓവറോൾ ഇതേപോലെ വിവരക്കേട് വിളിച്ചു പോകുന്നവന്മാരെയൊക്കെ സത്യം പറഞ്ഞാൽ ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ ആ ഒരു കമന്റ് ഇട്ട വ്യക്തി പറയുന്ന പോലെ ഇയാൾ ഏതെങ്കിലും ഒരു ഫാൻസ് അസോസിയേഷനകത്ത് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഫാനാണോ, അതൊന്നും എനിക്കറിയില്ല. ഇല്ലെന്നാ തോന്നുന്നേ. ഇതൊരിക്കലും ഒരു ഫാനിസം വെച്ച് പറയുന്നൊന്നും അല്ല കേട്ടോ. അതായത് ഇവന്റെ മനസ്സിൽ മറ്റൊരുപാട് ദുഷിച്ച ചിന്തകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അത് സിനിമ എന്ന് പറയുന്ന രീതിയിൽ മാത്രമല്ല, അല്ലാത്ത ഒരുപാട് വർഗീയതയ്ക്ക് ഇവന്റെ മനസ്സിൽ കിടപ്പുണ്ട്. മമ്മൂട്ടിയുടെ മോനും ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പാടില്ല. പിന്നെ ഇവൻ ഈ മഹർഷിയാണല്ലോ, ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ശപിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ അങ്ങ് സംഭവിക്കും. തലക്ക് വെളിവില്ലാത്ത ഏതോ ഒരു വേട്ടാവളിയൻ പറയുന്ന ഒരു വിവരക്കേടായിട്ട് മാത്രമേ കേരള സമൂഹവും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇത് കണക്കിലെടുക്കുള്ളൂ. അത് തള്ളിക്കളയേണ്ട കേസാണ്, കംപ്ലീറ്റ്ലി തള്ളിക്കളയേണ്ട ഒരു കേസ്. പിന്നെ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരത്തുമില്ല. ഇതേപോലുള്ള വിവരക്കേട് വിളിച്ചു പറയുന്ന ആൾക്കാർ, ഇവന്റെ നാട്ടുകാർ വീട്ടുകാർ ആർക്കെങ്കിലും ഇയാളെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു കമന്റ് കാണിച്ചു. എന്ത് പറയാനാണ്? ഇവനൊരിക്കലും ഞാൻ പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ അഭിപ്രായം മാത്രം പറഞ്ഞതായിട്ടല്ല. കാരണം അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വർഗീയ ചിന്തകളെല്ലാം കൂടെ അങ്ങ് ഛർദ്ദിച്ച് വെച്ചതാണ്. ഇതേപോലെ വേട്ടാവളിയന്മാരെ നമ്മൾ എന്ത് പറയാനാണ്? ഒരു പുച്ഛം മാത്രം ഈ വീഡിയോ കണ്ട സമയത്ത് അവനോടുള്ള പുച്ഛം ഈ വീഡിയോയിലൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. ആ പുച്ഛം അങ്ങോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.